അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻ ആശംസകൾ. റസിയാസ് റസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി നല്ലൊരു ജ്യൂസ് തയ്യാറാക്കാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടും കുടിച്ചിട്ടും ഇല്ലാത്തൊരു ജ്യൂസാണിത്. ഇത് പഴയ കാലത്തെ പണ്ട് കാലത്തെ ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ജ്യൂസാണ്. അതായത് അന്ന് ഫ്രിഡ്ജും മിക്സിയും ഒന്നും ഇല്ലാത്ത കാലത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് ചെറിയ പഴം എന്ന് പറഞ്ഞാൽ മൈസൂർ പഴമാണ് വേണ്ടത്. മൈസൂർ പഴമാണ് ടേസ്റ്റ്. മൈസൂർ പഴത്തിനാണ് ഒരു തണുപ്പ് കിട്ടുക. ഞാനൊരു 4 പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. മൈസൂർ പഴം കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ പഴം ഉപയോഗിക്കാം. പക്ഷേ ടേസ്റ്റ് മൈസൂർ പഴമാണ്. ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത്, ശർക്കരയോ വെല്ലോ ഏതായാലും മതി, ഉരുക്കി അരിച്ച് മധുരത്തിനാവശ്യമായത് ചേർക്കുക. എന്നിട്ട് നമ്മൾ കനമുള്ള വല്ല സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചതക്കുന്ന ഇതുപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ അടിച്ചെടുക്കണം. നല്ലോണം പഴുത്ത പഴമായിരിക്കണം, പഴുപ്പ് കുറഞ്ഞു പോകരുത്. നല്ലോണം പഴുത്ത പഴമാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ ചതച്ചെടുക്കാൻ പറ്റും. കുറച്ച് സമയം നമുക്കിത് ഇങ്ങനെ അമർത്തി നന്നായി ചതച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഇങ്ങനെ ഒരു ജ്യൂസ്, മിക്സി ഇല്ലാതെ ഉണ്ടാക്കുന്ന ജ്യൂസ്, അതും ശർക്കര ചേർത്തിട്ടുള്ള ജ്യൂസ്. സാധാരണയായി നമ്മളെല്ലാവരും ജ്യൂസിൽ പഞ്ചസാരയാണല്ലോ ചേർക്കുന്നത്. പക്ഷേ ഇതിന് ശർക്കരയാണ് വേണ്ടത്. ഇതിന് പഞ്ചസാര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടോ, നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി വെള്ളം ചേർക്കണം. പണ്ട് കാലത്തൊക്കെ മൺകൂജയിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിന് നല്ല തണുപ്പ് കിട്ടുമല്ലോ, അതാണ് ചേർക്കാറ്. നമുക്ക് ഇന്നും അതേപോലെ തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു മൺകൂജയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിന് നല്ലൊരു തണുപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും. 2 ഗ്ലാസ് വലിയ ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ 2 വലിയ ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ്സിലേക്കുള്ളതുണ്ടാകും. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കസ്കസാണ്. ഞാൻ കുറച്ച് മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കസ്കസ് ഇതിൽ ചേർക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ കസ്കസ് ചേർക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കണം. ഇതിന് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ: പഴം, കസ്കസ്, ശർക്കര, പിന്നെ ഒരു നുള്ള ഏലക്കായ്പ്പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ നമുക്ക് ഒരു നുള്ള ഏലക്കായ്പ്പൊടി കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കണം. തയ്യാറായി കഴിഞ്ഞു, നമ്മുടെ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പിന്നെ ഇതിൽ ഐസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോൾ കുറച്ച് ഐസൊന്നും ചേർക്കാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി നമുക്ക് 1-2 പീസ് ഐസ് ക്യൂബ്സ് നമുക്ക് ഇതിന് മുകളിൽ ചേർക്കാം. അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പെട്ടെന്നുള്ള ആവശ്യമാണെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് കഴിക്കാം. നമുക്കിതിന് മുകളിലായി 1-2 ഐസ് ക്യൂബ്സ് ചേർക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. പഞ്ചസാരയല്ല, ശർക്കരയാണ്, പിന്നെ പഴവും കസ്കസും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ നോമ്പ് തുറക്ക്, ഇന്നത്തെ ജ്യൂസ് എല്ലാവർക്കും ഈ ഒരു ജ്യൂസാവട്ടെ. എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസാണ്. അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വരാം. ഒരുപാട് റെസിപ്പീസ് ഉണ്ട് റംസാന് വേണ്ടി. ജ്യൂസുകൾ, കഞ്ഞികൾ, പിന്നെ ചൂടുള്ള പാനീയങ്ങൾ, പിന്നെ പലഹാരങ്ങൾ. ഞാനൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്, റംസാൻ റെസിപ്പീസ്. മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തത്. ചിലരുടെ കയ്യിലെല്ലാം ഇതുണ്ടാവും. അപ്പോൾ ഓക്കെ, അടുത്ത റെസിപ്പിയുമായിട്ട് വരാം.